നിങ്ങളെ മൈൻഡ് റീഫ്രഷ് ചെയ്യുക. അപ്ഡേഷന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സ് റീഫ്രഷ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക, പല കാര്യങ്ങളോടും സംസാരിക്കുക. എടോ ചില കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെക്കുന്നതിനേക്കാളും നല്ലത് തുറന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. ചില ഇമോഷൻസ് നമ്മൾ ഉള്ളിൽ വെക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതല്ലേ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. അത് ശരിയായാലും കരച്ചിലായാലും നിങ്ങൾ കയറുന്നതിന് മുമ്പ് എത്ര ചിരിച്ചു പറയോ. ഞാൻ എൻ്റെ കോളേജിന്റെ കാലഘട്ടം അവനോട് പറഞ്ഞിട്ടും അവൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് ചിരിച്ചു. അവര് നിങ്ങൾ ആ പുല്ലൊക്കെ പറിച്ച സമയത്തൊക്കെ പറയായിരുന്നു. ഒരു കുട്ടി വേറൊരു ഇങ്ങനെ എടുത്തിട്ട് പയറെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഇത് ആൺ പേനാണ്, ഞാൻ സമ്മതിക്കൂല, എന്താ ജി പറയണേ. ഞാൻ കുറെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഉള്ളത്. അതായത് എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് പറയും. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ എന്നോട് എന്താ പറയല്, സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെക്കണ നല്ല, ബാക്കിയുള്ളവർ എന്തിനാ അറിയിക്കണം. ചിന്ന സാർ പറഞ്ഞത് എന്താണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യണം, എന്നാൽ നമുക്ക് നമ്മുടെ ഫ്രസ്ട്രേഷൻ തീരുന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അത് നല്ല പോയിന്റ് ആക്കി കയ്യിലെടുത്തു. ഞാനിവിടെ ഈ ടീം ഫ്ലെക്സ് മടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെയർമാൻ കാലഘട്ടം ആലോചിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ സംസാരങ്ങളെ ഇഷ്ടപ്പെടാനും നമുക്ക് ചുറ്റും എപ്പോഴും ആളുകൾ വേണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു 5 പേരെങ്കിലും നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയാനും, മിനിമം കേട്ടോ പറഞ്ഞ ഏറ്റവും മിനിമം നിങ്ങളെ കുറിച്ച് പറയാനും, നിങ്ങളുടെ ഇമോഷൻസ് പറയാനും, നിങ്ങളെ കേട്ടിരിക്കാനും മിനിമം 5 പേരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് ആളുകളെ തെരഞ്ഞെടുക്കുക. അവസരം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ വരികയാണെങ്കിൽ നന്നായിരുന്നു.